ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഈ ലോകത്ത് നമ്മളിപ്പോൾ ഒരാളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ച ഒരാളാണോ എന്ന്. അങ്ങനെ ചോദിക്കുമ്പം യെസ് എന്നുത്തരം പറയാൻ പറ്റുന്ന എത്ര പേരുണ്ടാവും? എന്തുകൊണ്ടാണ് ഇപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർ ജീവിതത്തിൽ തോറ്റുപോകുന്നത്? നമുക്ക് കൃത്യമായിട്ടൊരു ലക്ഷ്യബോധമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. ഒരു അധ്യാപകനാകണം എന്ന് ആഗ്രഹിച്ച ആൾ അതിനുവേണ്ടി പഠിച്ച് അദ്ദേഹം അധ്യാപകനായി കഴിയുമ്പോൾ അദ്ദേഹം വിജയിച്ച് നിൽക്കുന്ന ഒരാളാണ്. അതുപോലെ ഒരു സെയിൽസ്മാൻ ആണെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ സെയിൽസ് ചെയ്യുന്ന ആളാണെങ്കിൽ, നല്ല ആ ഒരു ടാർഗറ്റിനനുസരിച്ച് ആൾ സെയിൽസ് നടത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹവും ജീവിതത്തിൽ വിജയിക്കുന്ന ആളാണ്. ആ കൂട്ടത്തിൽ നിങ്ങൾക്കും വരാനായിട്ട് പറ്റുമോ? എന്തുകൊണ്ടാണ് ഒരു 65 ഇയേഴ്സൊക്കെ ആവുമ്പോഴത്തേക്ക് നമുക്ക് സാമ്പത്തിക ഭദ്രതയില്ലാത്തത്? നമ്മൾ കുഞ്ഞിലെ ഒരു 7 വയസ്സൊക്കെ ആവുമ്പോഴത്തേക്ക് നമ്മൾ നന്നായിട്ട് എഴുതാനായിട്ട് പഠിക്കും. അത് കഴിഞ്ഞിട്ട് 25 വയസ്സൊക്കെ ആവുമ്പോഴത്തേക്ക് മിക്കവാറും എല്ലാവരും ഒരു ജോബൊക്കെ കിട്ടി ഫാമിലിയൊക്കെ നോക്കുന്ന ഒരാളായിട്ട് മാറും. പക്ഷേ ഒരു 65 വയസ്സാവുമ്പോഴത്തേക്ക് ഇവരെന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഒന്നും നേടാത്തത്? പകുതി കൂടുതൽ ആൾക്കാരും സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്നില്ല. ഇതിൻ്റെ കാരണം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ തെറ്റായ ആൾക്കാരെ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ജീവിതത്തിൽ 95% പേരും പരാജയപ്പെട്ടവരാണ്. അവരവരുടെ ഗോളിലേക്ക് എത്താൻ വേണ്ടിയല്ല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെയോ പറയുന്നു നിങ്ങളിങ്ങനെ ജീവിക്കണം എന്ന്, അവരതിനനുസരിച്ച് ജീവിച്ചുകൊണ്ടേ ഇരിക്കുന്നു. എന്നാൽ കൃത്യമായ ഒരു ലക്ഷ്യത്തോടെ ഞാൻ ഇന്നതായി മാറും, എനിക്കിങ്ങനെ ആവണം എന്നുള്ള ചിന്തയോടെ അതിനുവേണ്ടി പ്രവർത്തിച്ച് ആ ഒരു ജീവിത വിജയത്തിലെത്തി നിൽക്കുന്നവർ വെറും 5% മാത്രമായിരിക്കും. ഈ ഒരു രീതിയിൽ ആൾക്കാർ വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമ്മൾ പരമ്പരാഗതമായിട്ട് നമ്മളിങ്ങനെയാണ് ശീലിച്ചിരിക്കുന്നത്. ഒരാൾക്ക് ഒരു ജോബിന് പോകാൻ ഇഷ്ടമില്ലെങ്കിൽ തന്നെയും പേരൻസ് അവരെ നിർബന്ധിച്ച് അതിന് വിടും. പഠിക്കാൻ അധികം ഇഷ്ടമില്ലാത്ത ആളിനെ നിർബന്ധിച്ച് പഠിത്തത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കും. അവരെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഡിഗ്രീസും കാര്യങ്ങളും ഒക്കെ എടുപ്പിക്കും. അതുകൊണ്ട് ഒരു പ്രയോജനമില്ലാതായിപ്പോവും. എന്നാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡിലേക്ക് നമ്മളവരെ വിടുകയാണെന്നുണ്ടെങ്കിൽ അവരാ ജീവിത വിജയത്തിലേക്ക് എത്തും. ആരാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്? ജീവിതത്തിൽ പരാജയപ്പെട്ട ആൾക്കാരുടെ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെടുന്നത്. ഇനിയെങ്കിലും അതൊക്കെ മാറ്റി നമ്മുടെ ലക്ഷ്യബോധത്തിലേക്ക് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത്. ഞാൻ ജയന്തി പ്രകാശ്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഹെൽത്ത് ടിപ്പുകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ടാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.